പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഇന്ന് 6ാം ദിനത്തിലാണ്. നമുക്കറിയാം 3 രാജ്യങ്ങൾ തുടങ്ങിവെച്ച പ്രശ്നം അത് ഒട്ടനവധി രാജ്യങ്ങളിലേക്ക്, ഒരു 15-നും മേലെ രാജ്യങ്ങളിലേക്ക് പടരുന്ന തരത്തിലേക്കാണ് പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കൂടുതൽ രാജ്യങ്ങൾ ഈ ഒരു യുദ്ധത്തിന്റെ ഭാഗമാകുമോ, ഇത് മറ്റൊരു വലിയൊരു യുദ്ധമായി അല്ലെങ്കിൽ മറ്റൊരു വലിയ മഹായുദ്ധമായി മാറുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഇത്തരം ഒരു യുദ്ധം നടക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തും അതിനെ പിന്തള്ളിക്കൊണ്ടും പല സൈഡിൽ നിന്നും ജനങ്ങൾ പല അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വരാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, അതായത് ഇതുപോലൊരു യുദ്ധം തുടങ്ങി വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇസ്രായേലും അമേരിക്കയും ആണവ രാജ്യങ്ങളാണ്. അവര് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ആണവ സമ്പുഷ്ടീകരണത്തിന്റെ പേരിൽ ഇതുപോലൊരു യുദ്ധം തുടങ്ങി വെക്കേണ്ടത് ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു സംശയം. ഈ വിഷയമാണ് ഇന്നത്തെ നിലപാട് എന്ന പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് ജോയ്സ് മാത്യു, എന്നോടൊപ്പം ഉള്ളത് അരുൺ ജോണ്. ഇപ്പൊ ഈ ആക്രമണം തുടങ്ങിയ കാലം തൊട്ട്, സമയം തൊട്ട് ലോകം മുഴുവനുള്ള ഒരു സംശയമാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ആണെങ്കിൽ പോലും നിഷ്കളങ്കരായ ആൾക്കാർ ചോദിക്കുന്ന ഒരു സംശയമാണ്. ലോകത്ത് ആണവായുധമുള്ള പല രാജ്യങ്ങളും ഉണ്ട്. നമുക്കറിയാം, ഇന്ത്യക്കുണ്ട്, അതുപോലെ അമേരിക്കയുടെ കയ്യിലും ഉണ്ട്, ഇസ്രായേലിന്റെ കയ്യിലും ഒക്കെ ഉണ്ട്. പക്ഷെ ഇറാൻ ഒരു ആണവായുധം ഉണ്ടാക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും എന്തുകൊണ്ട് ഇറാനെ ഇത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇറാനിലേക്ക് കയറി അടിക്കുന്ന തരത്തിലേക്ക് ഒരു കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നു? അതിന് എന്തുകൊണ്ടാണ്? ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു പരമാധികാര രാജ്യമാണ്. അപ്പോൾ അവർക്കത് ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ ഒരു ആണവശേഷി കൈവരിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഇല്ലേ എന്നുള്ള ഒരു ചോദ്യം സമൂഹത്തിൽ പല കോണുകളിൽ നിന്നുമായിട്ട് ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ഒരു സംശയം നിലനിൽക്കുമ്പോൾ അതിനുള്ളൊരു ഉത്തരം എന്തായിരിക്കും ശരിക്കും? ഓക്കെ, ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നമ്മൾ പലപ്പോഴും പല നിലപാടുകളിലും അതുപോലെ തന്നെ പല ചർച്ചകളും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൻ്റെ കൂടെ 1-2 കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് ഈ ഒരു ചോദ്യത്തിനുള്ളൊരു ഉത്തരം ഞാൻ പറയാം. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, നമ്മൾ 1-2 ലോകമഹായുധങ്ങൾ എടുത്തു നോക്കാം. അപ്പോൾ അതിൽ ഈ 1-2 ലോകമഹായുധം ഒരിക്കലും ഒരു മതാടിസ്ഥാനത്തിൽ നടന്ന യുദ്ധങ്ങളല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും പലരുടെയും അതിർത്തി, പല രാജ്യങ്ങളെയും കീഴടക്കുന്നതിന് വേണ്ടിയിട്ട്, പല രാജാക്കന്മാരെ അല്ലെങ്കിൽ നേതാക്കന്മാരെ തകർക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഓയിൽ റിസോഴ്സ് അതുപോലെ തന്നെയുള്ള മറ്റു റിസോഴ്സുകളൊക്കെ പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു യുദ്ധമായിരുന്നു 1-2 യുദ്ധങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ആശയത്തിന്റെ പേരിലുള്ള യുദ്ധങ്ങളായിരുന്നു കൂടുതലും നടന്നിരുന്നത്. നാസികളുടെ ആശയം അതുതന്നെയാണ് 60 ലക്ഷത്തോളം ജൂതന്മാരെ കൊന്നൊടുക്കിയത്. അതിൻ്റെ ആശയത്തിന്റെ പേരിലാണ്. ഇനി നമുക്ക് പിന്നീട് നോക്കാം. അതുപോലെ തന്നെ കമ്മ്യൂണിസത്തിന്റെ പേരിൽ, അതുപോലെയുള്ള മറ്റു ചിന്താഗതികളുടെ പേരിലാണ് കൂടുതലും യുദ്ധങ്ങൾ നടന്നിരിക്കുന്നത് എന്നാണ് അതിന്റെ പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി അതിനുശേഷം ശീതയുദ്ധം വന്നു. അതും ഒരു ആശയത്തിന്റെ യുദ്ധമായിരുന്നു. അപ്പോൾ ഏകദേശം കുറച്ച് 19 വർഷക്കാലം ഈ ശീതയുദ്ധം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ശീതയുദ്ധം കഴിഞ്ഞതിന് ശേഷം പിന്നെ പല യുദ്ധങ്ങളും അങ്ങോട്ട് ചെറിയ ചെറിയ യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ ഇറാനെതിരെ യുദ്ധം എന്ന് പറയുന്നത് ഒരു മറ്റു യുദ്ധങ്ങളെക്കാൾ വ്യത്യസ്തമായി തീരുന്നത്? എന്തുകൊണ്ടാണ് ഇസ്രായേൽ US ഒരുമിച്ച് ഈ ഇറാനെതിരെ യുദ്ധം തുടങ്ങിയത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു 3 കാര്യങ്ങളാണ് ഞാൻ ഇതിനെ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ എന്നത് ഒരു ഭീകരവാദ രാഷ്ട്രമാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ മറ്റു പല മാറ്റങ്ങൾ. അതായത് നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കും, ഇപ്പോൾ ഇതുവരെ യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പം 5-6 ദിവസമായിട്ടുണ്ട്. ഇപ്പം ഇതുവരെയും ഇറാന് പരാജയം സമ്മതിക്കുകയോ ഇറാൻ യുദ്ധം നിർത്തുകയോ ചെയ്യുന്നില്ല. മനസ്സിലാക്കണം, പല രാജ്യങ്ങളിലേക്കും, GCC കൺട്രീസ് ഉൾപ്പെടെ മറ്റു പല രാജ്യങ്ങളിലേക്കും ഇറാൻ മിസൈൽ അയച്ചിട്ടുണ്ട്, ഡ്രോണുകൾ അയച്ചിട്ടുണ്ട്. ഇവയെല്ലാം പല സ്ഥലത്തും നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അമേരിക്കയുടെയും ഇസ്രായേലിലെയും വെടിക്കോപ്പുകളൊക്കെ ഇറാനിൽ വന്നു പോയിട്ടുണ്ട്. അവിടെ ഭീകരനാശം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇരു കൂട്ടർക്കും, US ഒഴിച്ച് ബാക്കിയുള്ള കൂട്ടർക്കൊക്കെ കുറേ നാശനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം അത് ലോകത്തിനൊരു ഭീഷണിയായിരിക്കുന്നത്? അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, ഇറാൻ ഒരു തീവ്ര മതരാഷ്ട്രമാണ്. മതമാണ് അവിടെ ഭരിക്കുന്നത്, അല്ലാതെ മനുഷ്യരല്ല അവിടെ ഭരിക്കുന്നത്. നമ്മൾ മറ്റു രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ജനാധിപത്യം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നോക്കുക, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അങ്ങനെയുള്ള പല രാജ്യങ്ങളും അവിടെ ഭൂരിപക്ഷം ഇസ്ലാമിസ്റ്റുകളാണ്, കൂടുതലും തീവ്ര മത ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവിടെ പട്ടിണിയും ദാരിദ്ര്യവും ദുരിതവും വളരെ കൂടുതലാണ്. ഈ രാജ്യങ്ങൾ ഇപ്പോൾ യുദ്ധത്തിലാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇന്ത്യയോടും അവിടെ യുദ്ധം ചെയ്യുന്നുണ്ട്. കാശ്മീരിലെ ഒരവസ്ഥ നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് ഉണ്ടായ ഒരവസ്ഥ. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും. അപ്പൊ ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധമാണ്. അപ്പോൾ ഇങ്ങനെ ഈ തീവ്രവാദ ചിന്തകളെ അല്ലെങ്കിൽ മത തീവ്രവാദത്തെ വളർത്തുന്ന ഒരു രാഷ്ട്രമായിട്ട് ഇറാൻ മാറി. അപ്പോൾ ഈ മത തീവ്രവാദത്തെ വളർത്താൻ വേണ്ടിയിട്ട് ആ മത തീവ്രവാദം കൂടുതൽ പൊലിപ്പിക്കുവാനും അത് ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് മാറ്റുവാനും വേണ്ടിയിട്ട് ഇറാൻ മുന്നോട്ട് വന്നു.
അപ്പോൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ പ്രോക്സികൾ വെച്ചിട്ട് കുഡ്സ് വാർ എന്നൊക്കെ നമ്മൾ ഇറാന്റെ 5 ബ്രാഞ്ചുകളുണ്ട്. ഇറാന്റെ വാറുകളിൽ 5 ബ്രാഞ്ചുകൾ, ആ ഒരു ഭാഗമാണ് കുഡ്സ് വാർ. അതായത് പ്രോക്സികൾ വെച്ചിട്ടുള്ള ഒരു യുദ്ധമാണ് കുഡ്സ് വാർ എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത്. ഹെസ്ബോളയുണ്ട്, ഒരു ഉദാഹരണമാണ് ലെബനനിലെ ഹിസ്ബുള്ള. ഹമാസ്, ഇവർ ഷിയ വിഭാഗത്തിലുള്ള ആൾക്കാരാണെങ്കിൽ തന്നെയും ഇവര് ഹമാസ്, അതുപോലെ തന്നെ ISIS, പിന്നെ അതുപോലെ തന്നെ ഹൂതികൾ, ഇവർക്കൊക്കെ ഫണ്ടിങ് കൊടുത്തിരുന്നു. അപ്പൊ അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം ലോകത്തിൽ വളർന്നു വരിക, അതിന്റെ അതിന്റെ സ്ഥാനപതിയായിട്ട് ഈ ഇസ്ലാമിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പൊസിഷൻ ആയിട്ടുള്ള ഒരു മതപണ്ഡിതനാവുക എന്നതാണ് പ്രധാന വിഷയം. നമുക്കറിയാം ഇവിടുത്തെ ഇറാനിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് പെസൻഷ്കിയാണ്. അപ്പൊ പെസൻഷ്കിയേക്കാളും ഉന്നത സ്ഥാനമാണ് ആർക്ക്, ആയത്തുള്ള ഖമേനിക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആയത്തുള്ള ഖമേനിയുടെ മകൻ ആ സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ നമുക്ക് അറിഞ്ഞുകൂടാ. ഇതൊരു ടെമ്പററി പൊസിഷൻ ആണോ അതോ പെർമനന്റ് ആണോ നമുക്ക് അറിഞ്ഞുകൂടാ, വരും ദിവസങ്ങൾ കാണാൻ സാധിക്കും. അതേസമയം നമുക്കറിയാം പല വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. അതായത് ഇറാനിലെ സാധാരണ മനുഷ്യർ സന്തോഷിക്കുന്നു, അത് മറ്റു ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അവരുടെ ആൾക്കാരെ നോക്കിയിട്ട് മോക്കറി കാട്ടുന്നു. മോക്കറി എന്ന് വെച്ചാൽ പരിഹസിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഖമേനി മരിച്ചതിന് വേണ്ടി ദുഃഖാചരിക്കുന്നത്? ഞങ്ങൾക്കൊരു ദുഃഖവും ഇല്ലല്ലോ, കാരണം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവിടെയുള്ള പല സത്യം അറിയാത്ത കുറെ ആൾക്കാർ ഇവിടെ ഇതുപോലെയുള്ള മത തീവ്രവാദികൾക്ക് വേണ്ടി, സമുന്നതൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മത തീവ്രവാദികൾക്ക് വേണ്ടി ചെണ്ട കൂട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇവിടെ ഒന്നാമത്തെ പ്രശ്നം. ആ ഈ ഹയസ്റ്റ് ലെവലിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ, മത തീവ്രവാദത്തിന്റെ രാഷ്ട്രീയത്തെ തകർത്ത് കളയുക, അതുവഴി രാജ്യത്തും ലോകത്തും സമാധാനം ഉണ്ടാക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം അതിൽ വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആയതുള്ള ഖമേനി അതുപോലെ തന്നെ അവരുടെ സക്സസേഴ്സ്, അതിന് മുമ്പുണ്ടായ സക്സസേഴ്സ് അല്ല പ്രൊഡ്യൂസേഴ്സ്, അവർ പാലൂട്ടി വളർത്തിയ തീവ്രവാദികൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും മരണം, ഡെറ്റ് ടു ഇസ്രായേൽ, ഡെറ്റ് ടു അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ ജൂതന് മരണം, മറ്റു ക്രിസ്ത്യൻ രാജ്യങ്ങൾക്ക് മരണം, ഞങ്ങൾ വത്തിക്കാൻ പിടിച്ചടക്കും. അപ്പൊ ഇവർ മാത്രമല്ല, അത് ഇറാനുള്ള ആൾക്കാർ മാത്രമല്ല, മറ്റു മത തീവ്രവാദികളും ഉൾപ്പെടെ പറഞ്ഞതാണ്. അപ്പൊ ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം? ഇതാണ് മതരാഷ്ട്രത്തിന്റെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ കാര്യത്തിൽ കടക്കാം. രണ്ടാമത്തെ ന്യൂക്ലിയർ വെപ്പൺസ് ആണ്. മനസ്സിലാക്കണം, ഈ നോർത്ത് കൊറിയ എന്നൊരു രാജ്യം നമുക്കറിയാലോ, കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഉത്തര കൊറിയ ഈ സൗത്ത് കൊറിയ ആയിട്ട് വലിയൊരു ശത്രുതയിലുള്ള രാജ്യം. ഈ ഇടയ്ക്ക് ഒരു ചർച്ച നടത്തണമെന്ന് സൗത്ത് കൊറിയ പറഞ്ഞു. ഉത്തര കൊറിയ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ മറക്കാം, അല്ലെങ്കിൽ അവിടുത്തെ നിയമത്തെ ഞങ്ങൾ അംഗീകരിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഉത്തര കൊറിയ അത് തയ്യാറായില്ല എന്നുള്ള വാക്കുകളാണ് കേൾക്കുന്നത്. അവിടെയും ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്, വാർഹെഡ്സ് ഉണ്ട്, അതിനെ പരീക്ഷണം നടത്തുന്നുണ്ട്. ഇനി അത് പോട്ടെ, ഇസ്രായേലിലുണ്ട് ഈ ന്യൂക്ലിയർ വെപ്പൺസ്, അമേരിക്കയിലുണ്ട്. അമേരിക്കയിലാണ് ഏറ്റവും 5000 ആൻഡ് മോർ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള സ്ഥലം എന്ന് പറയപ്പെടുന്നു. ഇനി റഷ്യയിലുണ്ട് ന്യൂക്ലിയർ വെപ്പൺസ്. അവിടെ മാത്രമല്ല, ഡൂംസ്റ്റേ വെപ്പൺസ്, അങ്ങനെയൊക്കെ അത് വേറെ ഒരു ടൈപ്പ് വെപ്പൺസ് എന്ന് പറയുന്നു. പിന്നെ ബ്രിട്ടനിലുണ്ടാവും തീർച്ചയായിട്ടും, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇന്ത്യയിലുണ്ടല്ലോ, അങ്ങനെ പല രാജ്യങ്ങളിലും, ചൈനയിലുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളിലും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. പക്ഷേ ഇവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക ഒരു കൺസേൺ എന്തുകൊണ്ടാണ് ഇറാന് കൊടുക്കാൻ കാരണം? അത് നമുക്ക് ഈ കഴിഞ്ഞ യുദ്ധത്തിന്റെ ഒരു 6 ദിവസം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞു, അത് മത തീവ്രവാദത്തെ വളർത്തുന്ന ഒരു രാഷ്ട്രമായിരുന്നു. മത തീവ്രവാദത്തെ വളർത്തുന്ന രാഷ്ട്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ രാഷ്ട്രത്തിന്റെ പ്രത്യേകത അധിനിവേശം നടത്തി മറ്റു മതങ്ങളെയും മറ്റു സംസ്കാരങ്ങളെയും മറ്റു രാജ്യങ്ങളെയും ഇല്ലായ്മ ചെയ്ത് ഒരേ ഒരു നിയമത്തിന്റെ കീഴിൽ, ശരിയാ നിയമം അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവരെന്തും ചെയ്യും. അതൊരു ഉദാഹരണമാണ് ഹമാസ്. അതിനുവേണ്ടി അവരെന്തും ചെയ്യും. ഇങ്ങനെയുള്ള മത തീവ്രവാദ ചിന്ത പേറുന്ന ഒരു രാജ്യത്തിന്റെ കയ്യിലേക്ക് ഇങ്ങനെയുള്ള ന്യൂക്ലിയർ വെപ്പൺസ് കിട്ടിയാൽ ഇപ്പോൾ നടക്കുന്നതിനേക്കാളും കൂടുതൽ പ്രശ്നമായിരിക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ന്യൂക്ലിയർ വെപ്പൺസ് ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാകില്ല. അല്ലെങ്കിൽ ഇന്ന അറബ് കൺട്രീസിൽ ഇവർക്ക് വെറുപ്പുള്ള അറബ് കൺട്രീസ്, ഐ മീൻ ഗൾഫ് കൺട്രീസ്, സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നു, ഈ ഗൾഫ് കൺട്രീസിലെ പല വിഭാഗങ്ങളും പല രാജ്യങ്ങളും ഉണ്ടാവില്ല. അത് ന്യൂക്ലിയർ വെപ്പൺസിന്റെ പ്രത്യേകത നമുക്കറിയാം. ഈ ഹിരോഷിമ നാഗസാക്കി ഒരു എക്സാമ്പിൾ, അൾജീരിയ ഒരു എക്സാമ്പിൾ ആണ്. അവിടെ വർഷങ്ങൾക്ക് മുമ്പ്, 10-60 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ന്യൂക്ലിയർ വെപ്പൺസ് ബോംബിട്ടതിന് ശേഷം ഇപ്പോഴും അതിന്റെ അണുപ്രസരണങ്ങളൊക്കെ വന്ന് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളും ധാരാളം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അങ്ങനെ അതിന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇത്ര വലിയൊരു ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ, വാർഹെഡ്സ് ഒക്കെ ഇറാന്റെ കയ്യിൽ ഉണ്ടായിരിക്കുക, അത് ലോകത്തിന് ആപത്താണ്. ഇസ്രായേലിന് മാത്രമല്ല ആപത്ത്, അത് ലോകത്തിന് മുഴുവൻ രാജ്യങ്ങൾക്ക് ആപത്താണ്. അത് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറാൻ പറയുന്നതൊക്കെ മറ്റു രാജ്യങ്ങൾ അനുസരിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് ഈ നോർത്ത് കൊറിയനെ മറ്റു രാജ്യങ്ങൾ ഒരുപക്ഷെ ഭയക്കുന്നത്? കാരണം വേറെ ഒന്നുകൊണ്ടല്ല, അതൊരു ഈ കുരങ്ങന്റെ കയ്യിൽ പൂമാലിരിക്കുന്ന അവസ്ഥയിലാണ് അവിടെയുള്ള ന്യൂക്ലിയർ വെപ്പൺസ് ഇരിക്കുന്നത്. ആ ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ലെങ്കിൽ ഈ കിങ് ജോങ്ങിനൊക്കെ ആരും മൈൻഡ് ചെയ്യുന്നു. ആ ന്യൂക്ലിയർ വെപ്പൺസ് ആണ് ഇതിലെ പ്രധാന കണ്ണി. അല്ലാതെ ഈ കിങ് ജോങ് ഇത്ര ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പോലെ അത്ര വലിയൊരു പരമാധികാരിയായിട്ടോ അങ്ങനെയൊന്നും ഉണ്ടല്ല. ഇതൊക്കെ കാരണം ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. ആ ന്യൂക്ലിയർ വെപ്പൺസ് ആ വ്യക്തി അയാളെ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതിനുള്ള ഒരു ഡൗട്ട്, കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഫിയർ, അതാണ് അവിടെ പ്രശ്നം. ന്യൂക്ലിയർ അത്രത്തോളം ഡേഞ്ചർ ആണെന്ന് ലോകം ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതിന്റെ ചൂടും തീവ്രതയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ജനതയാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അവസാനതായിരുന്നല്ലോ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറയാണ്.
എന്തുകൊണ്ടാണ് ഇറാനെ ആഞ്ഞടിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഈ ഒരു കഴിഞ്ഞ ഒരു യുദ്ധം, കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നടന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയുകയാണ്, ഒരു പക്ഷേ ഇസ്രായേലോ അല്ലെങ്കിൽ അമേരിക്കയോ അല്ലെങ്കിൽ രണ്ടും ഈ ശക്തികൾ വന്ന് ഇറാനെ അടിച്ചില്ലായിരുന്നെങ്കിൽ അവർ ഇതിനേക്കാളും അതിശക്തമായ വെടിക്കോപ്പുകളും വാർഹെഡുകളൊക്കെ അവരുടെ കയ്യിൽ വീണ്ടും അവർ സംഭരിച്ചു വെക്കുമായിരുന്നു. എന്ന് മാത്രമല്ല, അത് എപ്പോൾ നോക്കി ഏത് നേരവും വിക്ഷേപിക്കാനുള്ള ഒരു രീതിയിലേക്ക് സന്നദ്ധമാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ അറബ് കൺട്രീസുകളിലേക്ക് മറ്റു രീതിയിലേക്കും പല സ്ഥലങ്ങളിലും ചിന്ന ചിതറിയ അവർ പല ബലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളൊക്കെ അയച്ചിരുന്നു. ഈ മിസൈലുകളൊക്കെ ഒരേ സമയം നേരിട്ട് ഇസ്രായേലിലേക്കോ അല്ലെങ്കിൽ ഇവരോട് വിരോധമുള്ള രാജ്യങ്ങളിലേക്കോ ഒരേ സമയം അയച്ചിരുന്നെങ്കിൽ, അപ്രതീക്ഷിതമായ ആക്രമണം നടത്തിയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ രാജ്യങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്ര നാളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മറ്റുള്ളവരൊക്കെ കാഫിറുകളോ അല്ലെങ്കിൽ അമേരിക്ക, ഇസ്രായേൽ, ജൂതര്, ക്രൈസ്തവർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നശിച്ചു പോകേണ്ട ആൾക്കാരാണെന്നുള്ള രീതിയിലുള്ള ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒരു ഇത്രത്തോളം ഹേറ്റ്രഡ്, ഇത്രത്തോളം വെറുപ്പും വിദേശമൊക്കെ വെച്ച് പുലർത്തുന്ന ചിന്താഗതിയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ഇങ്ങനെയൊരു ഈ വാർഹെഡ്സ് ഒക്കെ വളർന്നു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും എന്നാണ് മനസ്സിലാവുന്നത്. അതിന് കൂട്ടിച്ചേർത്ത് മൂന്നാമത്തെ കാരണത്തിന് കൂട്ടിച്ചേർത്ത് പറയാണ്, ഇത് ഇറാനിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഒരു സദ്വാർത്ത എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ 40-47 വർഷത്തോളം അടിമത്തത്തിൽ ഇപ്പോൾ ഈ കുറച്ച് നാളുകളായിട്ട് ഇറങ്ങുന്ന കുറേ ചിത്രങ്ങളുണ്ട്. ആയത്തുള്ള ഖമേനി അവിടെ ഭരണം നടത്തുന്നതിന് മുമ്പ്, ആയത്തുള്ള ഖൊമേനി അല്ലെ, അതിന് വരുന്നതിന് മുമ്പും പിമ്പുമുള്ള ഇറാന്റെ അവസ്ഥ, ആ സമയത്ത് ഇറാനിലെ ജനങ്ങൾ എത്രത്തോളം സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നു, എത്രത്തോളം സന്തോഷവതികളായിരുന്നു, സന്തോഷവാന്മാരായിരുന്നു എന്നുള്ള ചിത്രങ്ങളൊക്കെ. അതിനുശേഷം പിന്നീട് വന്നൊരവസ്ഥ തമ്മിൽ വലിയൊരു മാറ്റമാണ് കാണുന്നത്. അപ്പോൾ ഈ രണ്ട് മാറ്റങ്ങൾ, അപ്പോൾ അവിടുത്തെ ആ ജനങ്ങൾ മനസ്സിലാക്കണം, ആ ജനങ്ങൾക്കുള്ള ആ സ്വാതന്ത്ര്യത്തിന്റെ നിഷേധത്തിന് കാരണമായ ഒരു വ്യക്തിയെ കൊന്ന് തള്ളുക അല്ലെങ്കിൽ വധിക്കുക, അതുവഴി ആ ഇറാനിലെ ആ ജനങ്ങൾക്ക് 80% വരുന്ന ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നതാണ് അതിലെ മറ്റൊരു കാര്യം. അത് അമേരിക്ക മുൻപേ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം ഡിസംബർ 28 തൊട്ട് 2025 ഡിസംബർ 28 തൊട്ട് നമുക്ക് കാണുന്നതാണ് ഇറാനിൽ വലിയൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദാഹവും അതിനുശേഷം വലിയൊരു പ്രക്ഷോഭവും പൊട്ടിപ്പുറപ്പെട്ടൊരു സംഭവം, ആഭ്യന്തര യുദ്ധം എന്ന രീതിയിൽ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട സംഭവം. അപ്പൊ അതിൽ തന്നെ 33,000-ഓളം ആൾക്കാർ തന്നെ ഈ ഖമേനിയുടെ IRGC കൊന്നു തള്ളിയുള്ള ഒരു കാര്യം നമുക്ക് മറച്ചു വയ്ക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കണം, ഇറാനിലെ ജനങ്ങൾക്ക് അവിടെ സ്വാതന്ത്ര്യം വേണം. ആ സ്വാതന്ത്ര്യം എന്ന ജനങ്ങളിൽ നിന്ന് ഒരു നല്ലൊരു ഭരണാധികാരി ഇറാനിൽ വരണം. അപ്പോൾ അങ്ങനെ ഈ ഇറാനിൽ നല്ലൊരു ഭരണം വരണം. അത് മറ്റു രാജ്യങ്ങൾക്കും, ഇറാനും മറ്റു രാജ്യങ്ങൾക്കൊരു നല്ല രീതിയിൽ മുൻപോട്ട് പോകണമെന്നൊരു വെൽവിഷിംഗ് എന്നുള്ളൊരു മൈൻഡ് സെറ്റും ഇതിന്റെ പിന്നിലുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു യുദ്ധത്തിന്റെ പോക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മിസൈൽ ആക്രമണം, ഇപ്പോൾ ഇത് നമ്മൾ ഈ പറയുന്ന നിമിഷത്തിൽ ഈ ഒരു മിസൈൽ ആക്രമണത്തിന്റെ ഒരു തോത് കുറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ മറ്റൊരു സൈഡിൽ കൂടെ ഈ ഇറാനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കാൻ, അല്ലെങ്കിൽ ഇറാന്റെ ആ ഒരു നേതൃത്വത്തെ അടിച്ച് താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള സർവ്വസന്നാഹവുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതായത് ഈ ഇറാഖിന്റെ സൈഡിൽ നിന്നും അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അമേരിക്ക വലിയൊരു മുന്നേറ്റം നടത്താൻ ഒരുങ്ങുന്നുണ്ട്. അതായത് കുർദുകൾ പോലുള്ള ആ ഒരു സമൂഹത്തെ കൂടെ നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകിക്കൊണ്ട് ഈ ഇറാന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന പ്രതിഷേധങ്ങളാണല്ലോ ഇപ്പോൾ ഇവിടെ വരെ എത്തിച്ചത്. അപ്പോൾ ആ പ്രതിഷേധങ്ങളൊക്കെ സജീവമാക്കി നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകിക്കൊണ്ട് അവരെ രംഗത്തിറക്കി ഒരു കരയുദ്ധത്തിലേക്ക് കടക്കുവാൻ, അതിന്റെ ഒരു ആദ്യ പടി എന്ന രീതിയിലേക്ക് കരയുദ്ധത്തിലേക്ക് കടക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അമേരിക്ക നടത്തിയിട്ടുണ്ട്. അതുപോലെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, അതായത് പശ്ചിമേഷ്യയിലേക്ക് ഇപ്പൊ ഈ ഗൾഫ് രാജ്യങ്ങളൊന്നും തിരിച്ചടിച്ചു തുടങ്ങിയിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ അമേരിക്കയും ഇസ്രായേലും മാത്രമേ തിരിച്ചടിക്കുന്നുള്ളൂ. ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ വീണ്ടും ആയുധങ്ങളും അതുപോലെ പ്രതിരോധ സംവിധാനങ്ങളും സൈനികരെയും കൊണ്ട് ഇറക്കാനുള്ള പരിപാടികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോഴും നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ഇസ്രായേൽ കാസ്റ്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായിട്ട് ആര് വന്നാലും അവർ ഏത് മാളത്തിൽ പോയി വിളിച്ചാലും അവിടെ കയറി തീർക്കുമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ശക്തമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും കാണാൻ സാധിക്കും നമുക്ക്. അതുപോലെ തന്നെ ഇസ്രായേൽ ഇപ്പൊ യുദ്ധം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സ്ഥലത്താണ്, അതായത് രണ്ട് സൈഡിലേക്കാണ് യുദ്ധം ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഒരു സൈഡിൽ ശക്തമായിട്ട് ഈ ഇറാനെ അടിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ മറുവശത്തു കൂടി ലെബനനിൽ ഉള്ള തീവ്രവാദ ഗ്രൂപ്പുകളെയൊക്കെ അടിച്ച് നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പൊ ഹിസ്ബുള്ള പോലുള്ള തീവ്രവാദ സംഘടനകളൊക്കെ അടിച്ച് നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ഹമാസിന്റെ ഒരു തലവനെ കൂടെ ലെബനനിൽ വെച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഇതെല്ലാം ഈ ഇറാന്റെ ഒരു പിൻബലത്തിൽ, ജോൺ പറഞ്ഞ പോലെ ഇറാന്റെ ഒരു ഫണ്ടിങ്ങിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു യുദ്ധം കഴിയുമ്പോഴത്തേനും
പശ്ചിമേഷ്യയിൽ ഒരു ശുദ്ധീകലാശം നടക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അതുപോലെ അമേരിക്കയുടെ ഒരു പ്രതിനിധി പറഞ്ഞതാണ്, അതായത് ഇറാനുമായിട്ടുള്ള ഒരു പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനൊറ്റ പരിഹാരമേ ഉള്ളൂ. പശ്ചിമേഷ്യയിൽ ഇറാന്റെ അടുത്ത് നിന്നുള്ള ഒരു ഭീഷണി ഇല്ലാതാകണം. അതിനെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് ഈ ഇറാന്റെ ആണവ പദ്ധതിക്കെതിരായി രംഗത്തിറങ്ങിയതും, അതുപോലെ ഇപ്പോൾ നിലവില് ഈ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും അതുപോലെ മിസൈൽ ലോഞ്ചിങ് സിസ്റ്റങ്ങളും എല്ലാം അടിച്ച് നിരപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജോൺ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു യുദ്ധം തുടങ്ങി ഒരു 3-4 ദിവസം ആയപ്പോഴത്തേനും തന്നെ, ഇന്ന് 6ാമത്തെ ദിവസമാണ്, അപ്പൊ ഈ ഇത്രയും ദിവസം ആയപ്പോൾ തന്നെ ഈ പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന നാശനഷ്ടങ്ങൾ, അതായത് ഇസ്രായേൽ ആയാലും ശരി അമേരിക്ക ആയാലും ശരി ഒരൊറ്റ രാജ്യത്താണ് അടിക്കുന്നത്. പക്ഷെ ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നത് 13 രാജ്യങ്ങളിലേക്കാണ്. 13 രാജ്യങ്ങളിലാണ് ഇതിന്റെ ഒരു എഫക്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു 3 രാജ്യങ്ങൾ തുടങ്ങി വെച്ച യുദ്ധമാണ്. അത് സമാധാനത്തിൽ കൂടെ പരിഹരിക്കാനുള്ള ഒരുപാട് സാധ്യതകളും അവസരങ്ങളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒരു 13 രാജ്യങ്ങളിലേക്കാണ് ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ഇന്ത്യ അടക്കമുള്ള, ഇപ്പൊ ശ്രീലങ്കയിൽ വന്നിട്ട് കപ്പൽ തകർത്ത് അറിയാലോ, അപ്പോൾ അതുപോലെ ഇന്ത്യ അടക്കമുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കമുള്ള, തുർക്കിയിലേക്ക് ഒരു ഡ്രോൺ വിട്ടിട്ടുണ്ടായിരുന്നു, തുർക്കി അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്യുന്ന ഒരു സംവിധാനം, ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലോകം വലിയൊരു പ്രശ്നത്തിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോർമോസ് കടലെടുക്കിലൂടെ ചൈനയുടെ ഷിപ്പുകൾ മാത്രമേ കടത്തിവിടുള്ളൂ എന്ന് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ലോകം വലിയൊരു ദുരന്തത്തിലേക്കാണ് പോകുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ശരിക്കും ഈ ഒരു പശ്ചിമേഷ്യയിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ സമാധാനം തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, ഇറാൻ അടിയറവ് പറയണം അല്ലെങ്കിൽ പറയിപ്പിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതെന്തായാലും ഉടനെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കരയുദ്ധം ഓൾറെഡി തുടങ്ങി, ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ. അതുപോലെ ശക്തമായിട്ട് തന്നെ ഇറാന്റെ നേതൃത്വത്തെ ലക്ഷ്യം വെച്ച് തന്നെ ശക്തമായി തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് പ്ലാൻ ചെയ്ത് കുറുക്കി കൊള്ളുന്ന പോലെയാണ് അടിക്കുന്നത്, അല്ലാതെ കാടൻ അടിക്കുകയല്ല ചെയ്യുന്നത്. ശരിക്കും ഈ അതായത് ഇതുപോലുള്ള രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവര് ചിന്തിക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്രശ്നം എവിടെ നിന്ന് തുടങ്ങി, എന്താണ് അതിന്റെ പിന്നിലെ കാരണം എന്ന് ചിന്തിക്കുന്നില്ല. ഇപ്പൊ ജോൺ പറഞ്ഞ പോലെ അവിടെ ആ ഒരു മതം അല്ലെങ്കിൽ ആ ഒരു ഐഡിയോളജി മാത്രമാണ് അവർ പ്രൊജക്ട് ചെയ്ത് കാണുന്നത്. അത് തന്നെ ലോകത്തിന് വലിയൊരു ഭീഷണി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അരുൺ, നമുക്ക് ഇപ്പൊ ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ലോകം മുഴുവനും ഒരു സമാധാനം അത് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്നാണ് ഇതൊക്കെ തീരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ പലരുടെയും പേഴ്സണലായിട്ട് ബാധിക്കുന്ന, നമ്മളൊക്കെ ഓരോരുത്തരും പേഴ്സണലായിട്ട് ബാധിക്കുന്ന സംഭവങ്ങളാണ്. അതായത് ഇപ്പൊ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. നമ്മൾ ഇന്ത്യയിലാണ്, നമ്മൾ കേരളത്തിലാണ്, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇതൊക്കെ എല്ലാവരെയും ഓരോരുത്തരെയും ബാധിക്കുന്ന സംഭവമാണ്. മാർപ്പാപ്പ, നമ്മുടെ ലയോ 14 മാർപ്പാപ്പ പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതായത് ആയുധം കൊണ്ടും യുദ്ധം കൊണ്ടും സമാധാനം കൈവരിക്കാൻ സാധിക്കത്തില്ല. അതിന് ചർച്ചകളിലൂടെ പരിഹാരം കാണുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണമെന്ന് മാർപ്പാപ്പ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. മാർപ്പാപ്പയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ, മാർപ്പാപ്പയുടെ ഒരു പ്രസ്താവന വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു യുദ്ധം വരുമ്പോൾ അവിടെ വേദന അനുഭവിക്കുന്നത് സാധാരണക്കാരാണ്, സാധാരണ ജനങ്ങളാണ് കൊല്ലപ്പെടുന്നതും അവരുടെയാണ് വേണ്ടപ്പെട്ടവരൊക്കെ നഷ്ടപ്പെടുന്നതും എല്ലാം. അപ്പോൾ ശരിക്കും ഇതുപോലൊരു യുദ്ധ സാഹചര്യം നമ്മൾ ഒഴിവാക്കേണ്ടത് തന്നെ അല്ലായിരുന്നോ ശരിക്കും? എങ്ങനെയാണ് ജോയ്സ് ചോദിച്ച ചോദ്യത്തിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് ചിലവരുടെ പ്രസ്താവനകളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതായത് ട്രംപ് ഈ യുദ്ധം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞാണ്, ഇത് ലോകം ഒരു പുതിയൊരു യുഗത്തിലേക്ക്, സമാധാനത്തിന്റെ ഒരു പുതിയ യുഗത്തിലേക്ക് ലോകം പ്രവേശിക്കാൻ ഉള്ള ഒരുക്കമാണ്, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ യുദ്ധം ചെയ്യുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വന്നിരുന്നു, യുദ്ധം ആരംഭിക്കുന്നത് ഞങ്ങളായിരിക്കില്ല, പക്ഷേ ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും. ശരിക്കും ഇവിടെ രണ്ടുപേർക്കും ഞാൻ നോക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും വലിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അതായത് യുദ്ധത്തിലൂടെ സമാധാനം കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇല്ല എന്ന് തന്നെയാണ് ലോക ചരിത്രം ഇന്നേ വരെ കാണിച്ചു തന്നിട്ടുള്ളത്. കാരണം ഇത് മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്രാപ്യമാണ് പല കാര്യങ്ങളും. കാരണം ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത്, ഇനി എങ്ങനെ ഇത് മുന്നോട്ട് പോകുമെന്നുള്ളത് ഇനി ട്രംപിന്റെ കയ്യിലല്ല. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ട്രംപ് തീരുമാനിക്കുന്നിടത്തേക്കോ ട്രംപ് വിചാരിച്ചെടുത്തോ ഇത് അവസാനിക്കണമെന്നില്ല. യുദ്ധം തുടങ്ങി വെക്കാൻ ആർക്കും കഴിയും, പക്ഷേ അത് അവസാനിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് സഭ ഇപ്പോഴും ദൈവജനത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുവിൻ. സഭയുടെ പല കോണുകളിൽ നിന്ന് സഭ ദൈവജനത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം യുദ്ധം ഇനി അവസാനിക്കുന്നത് അതിൻ്റെ ഇടയിൽ ദൈവത്തിന്റെ കരം വെളിപ്പെടണം. തുടങ്ങി വെച്ചു, ഇനി ഇത് അവസാനിക്കണമെങ്കിൽ ദൈവം ഇടപെടണം. ഇനി ഇപ്പോഴത്തെ ഒരു യുദ്ധത്തിന്റെ ഈ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ഇവിടെ ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജനത്തിന് അത് നമ്മൾ എന്ത് പറഞ്ഞാലും അത് മനസ്സിലാവില്ല. പക്ഷെ അതിനെക്കുറിച്ച് കുറേയൊക്കെ ജോൺ പറഞ്ഞു കഴിഞ്ഞു. ഈ യുദ്ധം അനിവാര്യമാണോ? അതായത് സഭയുടെ പഠനം പ്രകാരമാണെങ്കിൽ യുദ്ധം പൂർണ്ണമായിട്ടും ഒഴിവാക്കപ്പെടേണ്ടതാണ്. പക്ഷെ വളരെ ചെറിയ
ചില സാഹചര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് പ്രതിരോധിക്കാനുള്ള ചില സാഹചര്യങ്ങൾ. അത്തരം സാഹചര്യത്തിൽ യുദ്ധം ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുന്ന ഒരു യുദ്ധമാണെങ്കിൽ പോലും ആ യുദ്ധത്തിൽ പാലിക്കേണ്ട ധാർമ്മികമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ യുദ്ധം നടത്താൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ സഭയുടെ പഠനങ്ങളിൽ തന്നെ ഒരു പ്രതിരോധം എന്നൊരു വാക്കുണ്ട്. പ്രതിരോധത്തിന്റെ ഒരു ഭാഗമായിട്ട് ഒരു പക്ഷേ യുദ്ധത്തിലേക്ക് പ്രവേശിക്കേണ്ടി വന്നേക്കാം. ഇപ്പോൾ ഈ ഒരു ഭാഗമാണ്, ഇതാണ് ജോൺ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇസ്രായേൽ എന്തുകൊണ്ട്, അമേരിക്കയുടെ കാര്യത്തിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല, ഇസ്രായേൽ എന്തുകൊണ്ട്, ഇതിൽ പ്രധാനമായിട്ട് 3 പേരാണ് ഉണ്ടായിരുന്നത്. 1 നെതന്യാഹു, 2 ട്രംപ്, 3 അയത്തുള്ള അൽഖമേനി. അപ്പോൾ ഇവർ 3 പേരെ ചുറ്റുപറ്റിയാണ് ഈ യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ മുഴുവൻ ഉടലെടുത്തത്. അപ്പോൾ ആദ്യം ഈ യുദ്ധം ഒരു പ്രതിരോധത്തിനായിരുന്നു. ഇസ്രായേലിന്റെ വാദം ഇതാണ്. 2023 ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ പറയുന്നതെല്ലാം, കാരണം അതുവരെ ഇസ്രായേൽ ചെയ്ത യുദ്ധങ്ങളൊന്നും ഇസ്രായേലല്ല തുടങ്ങി വെച്ചത്. 1967 പോലും ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് 100% ഉറപ്പായ സമയത്താണ് അവർ പ്രതികരിച്ചത്. പക്ഷേ ഈ യുദ്ധത്തിന്റെ കാര്യം പറയുമ്പോഴും നെതന്യാഹുവിന് പറയാൻ സാധിക്കും 2023 ഒക്ടോബർ 7 അന്ന് തുടങ്ങിയതാണ് ഈ യുദ്ധം എന്ന് വേണമെങ്കിൽ നെതന്യാഹുവിന് പറയാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ചരിത്രം നോക്കിയാൽ മതി. എന്തുകൊണ്ട് ഇറാനെ ആക്രമിച്ചു, എന്തുകൊണ്ട് ഇറാനെ ആക്രമിക്കണം എന്ന് നെതന്യാഹു തീരുമാനിച്ചു. നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഒരു ഡൂംസ് ഡേ ക്ലോക്ക് പോലും ടെഹ്റാനിലെ പാലസ്തീൻ സ്ക്വയറിൽ വെച്ചിട്ട് അവിടെ ഇസ്രായേലിന്റെ നാശം കൗണ്ട് ചെയ്ത് 2040 ഇസ്രായേൽ ഇല്ലാതാകുന്നത് സ്വപ്നം കണ്ട് നടക്കുന്ന, അതിനുവേണ്ടി മാത്രം ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മത ഭരണകൂടത്തിന്റെ തലവൻ. അതൊരിക്കലും ഇറാനിലത്തെ ജനതയുടെ അവരുടെ ഒരു ചിന്തയല്ല, അവരുടെ സ്വപ്നമേ അല്ല. അവർ വളരെ സാധാരണക്കാരായ വളരെ നല്ല മനുഷ്യരാ. പക്ഷെ അവിടെ ഭരിക്കുന്ന മതഭരണകൂടം, ആ മതഭരണകൂടത്തിന്റെ സ്വപ്നം ലിറ്റിൽ സാത്താൻ, ഗ്രേറ്റർ സാത്താൻ, ഇങ്ങനെ എന്തൊക്കെ പേരുകൾ വിളിച്ചിട്ട് അവരുടെ പരമമായ ലക്ഷ്യം എന്താണെന്ന് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ ബലാസ്റ്റിക് മിസൈൽസുകൾ ഉണ്ടാക്കുന്നു. ആണവായുധത്തിന്റെ അവസാന നിർമ്മാണ ഘട്ടങ്ങളിലൂടെ അവർ കടന്നു പോകുന്നത്. അപ്പോൾ ഇവരൊരു ആണവായുധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം കൊണ്ടിടുന്നത് ഇസ്രായേലാണെന്നുള്ളത് ഇസ്രായേലിനറിയാം. ഒരു രാജ്യത്തിന്റെ തലവനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ സംരക്ഷണം അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി മാത്രമല്ല, ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം അവനുള്ളതുപോലെ തന്നെ ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ് സ്വന്തം ജനതയെ കേരളത്തിനേക്കാളും കേരളത്തിലെ 2-3 ജില്ലകൾ ചേർന്നാൽ ഉള്ള ഒരു വലുപ്പം, 1 കോടി മാത്രം ജനങ്ങളുള്ള ആ കൊച്ചു രാജ്യത്തെ അവിടെ അബദ്ധത്തിൽ പോലും എന്തെങ്കിലും ഒരു ബോംബ് വന്ന് വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ ആ രാജ്യം. അപ്പൊ അത്തരമൊരു രാജ്യത്തിനെ ഇത്തരമൊരു ഭീഷണിയുമായിട്ട്, അതും വെറുപ്പിന്റെ ഭാഷയാണ്, അതാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ യുദ്ധം ഉണ്ടാകാറുണ്ട്, യുദ്ധത്തിനുള്ള സാഹചര്യങ്ങളുണ്ട്. പാകിസ്ഥാന്റെ കയ്യിലും ഇന്ത്യയിലും ആണവായുധങ്ങളുണ്ട്. പക്ഷെ പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. കാരണം അവിടെയാണെങ്കിൽ ഒരു ചെറിയൊരു ജനാധിപത്യത്തിന്റെ ഒരു അംശം അവിടെ കെടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ചിന്തയില്ല. ഒരു മതപരമായ ഒരു ലക്ഷ്യം, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഒരു മതപരമായ ഒരു ലക്ഷ്യം മാത്രമാണ് ഇസ്രായേൽ അല്ലെങ്കിൽ ജൂത ജനത. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നെതന്യാഹു പറയുന്ന പ്രതിരോധം എന്ന വാക്കിനെ അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇത് ഇറാൻ ജനതയ്ക്കെതിരെയല്ല അവർ യുദ്ധം ചെയ്യുന്നത്, ഇറാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിനെതിരെയല്ല യുദ്ധം ചെയ്യുന്നത്. അത് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അവർ എത്ര ടാർഗറ്റുകൾ ഇപ്പോൾ അച്ചീവ് ചെയ്തു, 2000-ലധികം ടാർഗറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവർ അച്ചീവ് ചെയ്തു. 1000 മരണം, 2000-ലധികം ബോംബുകൾ അവിടെ വീണിട്ട് 1000 മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഇറാന്റെ ഭാഗത്തുനിന്നും വരുന്നത്. അപ്പോൾ ഉറപ്പാണ് ഇസ്രായേലും അമേരിക്കയും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇറാൻ ജനതയെ അല്ല, അവിടുത്തെ മതഭരണകൂടത്തെയും അവിടുത്തെ ആയുധ സംവിധാനങ്ങളെയും മാത്രമാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനെയല്ലായിരുന്നു കാഷ്വാലിറ്റി വരിക. നമുക്കറിയാം, ഹമാസിനെ ആക്രമിച്ചപ്പോൾ ഈ രീതിയിലല്ല കാഷ്വാലിറ്റി വന്നിരുന്നത്. അതിന് കാരണം അവിടുത്തെ ജനതയും പ്രശ്നക്കാരാണ്. കാരണം അവിടുത്തെ ജനതയുടെ ഉള്ളിൽ നിന്നാണ് ഹമാസ് യുദ്ധം ചെയ്യുന്നത്. ഇവിടെ ഈ ഇറാൻ ജനത ഒരിക്കലും ഇറാനിലത്തെ ഭരണകൂടമായിട്ട് യാതൊരു വിധത്തിലും സന്ധിക്കില്ല. അവർ വേറിട്ട് നിൽക്കുന്നു, ഈ ഭരണകൂടം വേറിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇവർക്ക് ടാർഗറ്റ് ചെയ്ത സ്ഥലങ്ങളിലേക്ക് ആൾനാശമില്ലാതെ തന്നെ അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ട്. ഇവിടെ യുദ്ധം തുടങ്ങിയ ദിവസങ്ങളിൽ തന്നെ മിനാബിലെ പലപ്പോഴും ഇവിടുത്തെ മാധ്യമങ്ങൾ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൊടുത്താണ് ഇസ്രായേലിനെ കുറിച്ച്, ഹമാസുമായിട്ട് ബന്ധപ്പെട്ട് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ചാർത്തി കൊടുത്തിരിക്കുന്ന പേരാണ് ഈ കുഞ്ഞുങ്ങളെ കൊല ചെയ്യുന്നവർ, കുഞ്ഞുങ്ങളെ നിർദാക്ഷിണ്യം കൊല ചെയ്യുന്നവർ എന്നാണ് ഇസ്രായേലിനെ കുറിച്ച് ഇവിടെ മീഡിയകൾ പറയുന്നത്. അപ്പോൾ അതേ വാക്കുകൾ തന്നെ ഉപയോഗിച്ചിട്ട് ഇവിടെ പല മീഡിയകളും ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂർ അതേ വാർത്ത തന്നെ കൊടുത്തിരുന്നത്. കാരണം മിനാബിൽ 175 പേര് മരിച്ചാൽ ഒരു 10 പേര് ഒഴിച്ച് ബാക്കിയെല്ലാം കൊച്ചു കുട്ടികളാണ്, 7-നും 12-നും ഇടയിലുള്ള കുഞ്ഞു പെൺകുട്ടികളാണ് അവിടെ കൊല്ലപ്പെട്ടത്. അപ്പോൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ ഒരു പൊതുബോധത്തിലേക്ക് വരുന്നത് ഇസ്രായേൽ അവിടെ ടാർഗറ്റ് ചെയ്ത് അവിടുത്തെ കുട്ടികളെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടെ ബോംബിട്ടു എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു ധ്വനി. പക്ഷെ ജസ്റ്റ് ആ വാർത്ത ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ചെയ്തത് അശ്രദ്ധയാണെങ്കിലും അത് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത്? ഈ IRGCയുടെ ഈ മിനാബ് എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്കിന്റെ തൊട്ടുള്ള സ്ഥലമാണ്. അവിടെ മിനാബിലുള്ള നേവൽ ബേസിൽ നിന്നാണ്
ഇപ്പോൾ അവിടെ ആക്രമണങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു, അവിടെ സ്പീഡ് ബോട്ടുകളൊക്കെ വന്ന് റിഫൈനറികളിലെല്ലാം ബോംബിടുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇത്തരം ശേഖരങ്ങളും എല്ലാം ഉള്ളത് ഈ മിനാബിലാണ്, പ്രധാനമായിട്ടും മിനാബിലാണ്. ഈ മിനാബിന്റെ തൊട്ടാണ് ഈ മിനാബ് സൗത്തിലാണ്. സൗത്തേൺ ഏരിയയിൽ ആക്രമണം നടത്തിയത് US ആണ്. കാരണം US സംബന്ധിച്ചിടത്തോളം ഹോർമസ് കടലിടുക്ക് സംരക്ഷിക്കപ്പെടേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് വളരെ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഏരിയയിലുള്ള ഇവരുടെ നേവലായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളെയും തകർക്കുക എന്നുള്ളത് അമേരിക്കയുടെ ലക്ഷ്യമായിരുന്നു. അപ്പോൾ മിക്കവാറും അമേരിക്കയുടെ ഒരു ബോംബാണ് അത് വീണിരിക്കുന്നത്. ഈ സ്കൂൾ കെട്ടിടത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ 10 കൊല്ലം മുമ്പ് വരെ, 10 വർഷം മുമ്പ് വരെ IRGCയുടെ ഈ നേവൽ ബേസിന്റെ അതേ കോമ്പൗണ്ടിലുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു. ആ ബിൽഡിംഗ് ആണ് പിന്നീട് സ്കൂളായിട്ട് മാറുന്നത്. അപ്പോൾ 10 വർഷത്തിന് ശേഷം അവിടെ ഒരു ചേഞ്ച് വന്നു, അത് വേറൊരു കോമ്പൗണ്ടായി. പക്ഷെ അത് മനസ്സിലാക്കാൻ കഴിയാതെ അവിടെ വന്നൊരു പാളിച്ച നിമിത്തമാണ് ഈ ബോംബ് ഈ സ്കൂളിലും അതോടൊപ്പം തന്നെ ഇതിന്റെ തൊട്ടുള്ള ഈ IRGCയുടെ പ്രധാന ബിൽഡിംഗിൽ വന്ന് വീഴുന്നത്. അപ്പൊ ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് മാധ്യമങ്ങൾ അതിന്റെ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഉള്ളിൽ ഒരു ശക്തമായ ഒരു പൊതുബോധം ഇവർ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ കൃത്യമായിട്ടുള്ള ടാർഗറ്റഡ് ഓപ്പറേഷൻസ് ആണ് ഇസ്രായേലും US ഇതുവരെ ചെയ്തിട്ടുള്ളത്. അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇന്ന സ്ഥലങ്ങളെയാണ് ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആക്രമണങ്ങളൊക്കെ ഏകദേശം അതിന്റെ സാച്ചുറേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. ഇവരുടെ ബലാസ്റ്റിക് മിസൈൽ ശേഖരങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ന്യൂക്ലിയർ ഏരിയകളിൽ ആക്രമണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ അവസാനത്തിലേക്ക് ഇനി കടന്നു പോകുന്നു. ഇതേപോലെ തന്നെ ഇനിയും പ്രതിരോധിച്ച് നിൽക്കുകയാണെങ്കിൽ IRGCയുടെ ഒരുപക്ഷെ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ സൈന്യത്തിന് വലിയ രീതിയിൽ ജീവഹാനി ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാവും. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇസ്രായേലിന് തെറ്റുപറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അവർ ചെയ്ത നടപടികൾ നോക്കുകയാണെങ്കിൽ, അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ശ്രമങ്ങൾ നോക്കുകയാണെങ്കിൽ, അതായത് ഒരു യുദ്ധം തുടങ്ങാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ ആ കാര്യങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് എത്രത്തോളം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം അതിനെ വിലയിരുത്താനായിട്ട്. ഇനി ട്രംപിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് ട്രംപ് ഒരു യുദ്ധക്കുതിയനല്ല. അദ്ദേഹം ആദ്യത്തെ ടൈമിൽ ഭരണത്തിന്റെ സമയത്ത് ഒരു യുദ്ധം പോലും ലോകത്തുണ്ടാവാനായിട്ട് അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. അതേപോലെ തന്നെ രണ്ടാം ടൈമിൽ വന്നപ്പോൾ അദ്ദേഹം നിർത്തിയ യുദ്ധങ്ങളുടെ കണക്കും ലിസ്റ്റുമായിട്ടാണ് അയാൾ നോബൽ സമ്മാനത്തിന് വേണ്ടി ഓടി നടന്നത്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു യുദ്ധക്കുതിയനല്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ട്രംപ് എടുത്ത നടപടി നമുക്ക് എത്രത്തോളം ന്യായീകരിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ന്യായീകരണമുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അവരുടെ ഒരു അലിയാണ് എന്ന ഒറ്റ കാരണം മാത്രമാണ് ഇവിടെയുള്ളത്. കാരണം ഇസ്രായേൽ ഒറ്റയ്ക്ക് ആക്രമിച്ച് കീഴടക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗൾഫ് മേഖല ഉണ്ടാകുന്ന ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകുമെന്നുള്ളത് മുൻകൂട്ടി കണ്ട് അതിനുവേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ആർമാടയും അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും അദ്ദേഹം ഒരുക്കുന്നതിന് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ ആക്രമണം തുടങ്ങിയപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ആക്രമിച്ചത്. അത് ഇസ്രായേലിന്റെ പരിമിതികൾ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം. പക്ഷെ പിന്നീടായാലും ട്രംപിന്റെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ, അതിൻ്റെ ഉള്ളിൽ ചില വെറുപ്പിന്റെ വാക്കുകൾ വരുന്നു, ചില പ്രതികാര ബുദ്ധിയുടെ ചില വാക്കുകൾ വരുന്നു. അതൊരിക്കലും യുദ്ധത്തിൽ ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. യുദ്ധം നടത്തുന്നുണ്ടെങ്കിൽ, യുദ്ധം നടത്തപ്പെടാൻ നിർബന്ധിക്കപ്പെട്ടാൽ ആദ്യം വേണ്ടത് വേണ്ട ജ്ഞാനമാണ്, 2 സംയമനമാണ്, 3 നീതി. ഇതെല്ലാമാണ് യുദ്ധത്തെ നിയന്ത്രിക്കേണ്ടത്. ഒരു യുദ്ധം മൂലം ആ യുദ്ധത്തിന് കാരണക്കാരായവരെക്കാൾ, അവർ ചെയ്ത് കൂട്ടുന്ന തിന്മകളെക്കാൾ വലിയൊരു തിന്മ ഈ ഭൂമിയിൽ, ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെടാൻ പാടില്ല. അതും ഈ യുദ്ധത്തിന്റെ ഒരു തത്വമായിരിക്കണം. നമുക്കറിയാം, ഇറാൻ 35,000 പേരെയാണ് 2 ആഴ്ചയ്ക്കുള്ളിൽ അവിടെ പ്രതിഷേധിച്ചു എന്ന് പറയുമ്പോൾ അവിടെ കൊല്ലപ്പെട്ടത് വളരെ പാവങ്ങളായിട്ടുള്ള യുവജനങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ആ ചെറുപ്രായത്തിലുള്ള 35,000-ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റു മതസ്ഥരും ക്രിസ്ത്യാനികളുമായ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇറാനിലത്തെ ഒരു സവിശേഷ സാഹചര്യം, അവിടെ ക്രൈസ്തവൻ എന്നൊരു വ്യക്തിക്ക്, ക്രിസ്ത്യാനി എന്നൊരു വ്യക്തിക്ക് ജീവിക്കാനുള്ള യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ക്രിസ്തു മതത്തിലേക്കോ മറ്റേതെങ്കിലും മതത്തിലേക്കോ അവൻ സത്യം തിരിച്ചറിഞ്ഞ് അവൻ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ കാത്തിരിക്കുന്നത് ക്രൂരമായ പീഡനങ്ങളും അതേപോലെ തന്നെ വധശിക്ഷയൊക്കെയാണ്. അപ്പോൾ എല്ലാ വിധത്തിലും അടിച്ചമർത്തപ്പെട്ട അവസ്ഥയിലാണ് അവിടെയുള്ള മറ്റു മതസ്ഥർ ജീവിക്കുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിശ്വാസികൾ ചെയ്യേണ്ടത് അവർ പ്രാർത്ഥിക്കുക, യുദ്ധം മാറാൻ വേണ്ടി, യുദ്ധം അവസാനിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഏത് തിന്മയുടെ ഉള്ളിൽ നിന്നും നന്മ ഉളവാക്കാൻ കഴിയുന്നവനായ കർത്താവ്. അതോടൊപ്പം തന്നെ ട്രംപ് വിചാരിച്ചാലോ, ഇറാൻ വിചാരിച്ചാലോ, ഇസ്രായേൽ വിചാരിച്ചാലോ ഈ യുദ്ധം അവസാനിക്കില്ല. ഇവിടെ കർത്താവിന്റെ ഇടപെടൽ ഉണ്ടാവണം എന്ന കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കും. ശ്രീ അരുൺ ഇപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ, യുദ്ധം കൊണ്ട് ലോകത്ത് സമാധാനം നേടുവാൻ എത്രത്തോളം ആകുമെന്ന കാര്യത്തിൽ എപ്പോഴും സംശയം തന്നെയാണ്. യുദ്ധത്തിന്റെ കെടുതികൾ നേരിട്ട് അനുഭവിക്കുന്നവർക്ക് എന്നും തീരാ കണ്ണുനീര് തന്നെയായിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. അതുപോലെ യുദ്ധം നേരിട്ട് ബാധിക്കാത്തവർക്ക്, അവർക്ക് എപ്പോഴും അത് ഒരു ഗ്യാലറിയിൽ ഇരുന്ന ഒരു മത്സരം കാണുന്നത് പോലെയുള്ള ഒരു മൈൻഡായിരിക്കും ഈ കാര്യത്തിൽ വരുന്നതെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തൊക്കെയായാലും പ്രാർത്ഥന കൊണ്ടും ചർച്ചകൾ കൊണ്ടും പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാൻ സാധിക്കട്ടെ. ഇന്നത്തെ നിലപാടെന്ന ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം.